The three-dimensional modes of packing can be easily understood by dividing the whole process into 3 steps: packing in 1 dimension, 2 dimension, and in 3 dimension. Close packing of spheres in 1 dimension. In 1-dimensional close packing, there is just one way of arranging the spheres. 1-dimensional close packing, നിങ്ങൾക്ക് സ്ഫിയേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ ഒരു മാർഗം മാത്രമാണ് ഉള്ളത്. പരസ്പരം ടച്ച് ചെയ്ത് ഒരു റോ ആയി നിങ്ങൾക്ക് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യാം. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഹിയർ ഓൺ സ്ഫിയർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 2 നൈബറിംഗ് സ്ഫിയേഴ്സ്. അങ്ങനെ ഒരു പാർട്ടിക്കിൾ എത്ര നൈബറിംഗ് സ്ഫിയേഴ്സുമായി കോണ്ടാക്റ്റിലുണ്ടോ അതാണ് കോർഡിനേഷൻ നമ്പർ. അതുകൊണ്ട് ഇവിടെ കോർഡിനേഷൻ നമ്പർ 2 ആണ്. ഇനി 2-dimensional ക്ലോസ് പാക്കിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. ക്ലോസ് പാക്കിംഗ് ഓഫ് സ്ഫിയേഴ്സ് ഇൻ 2 dimension. Close packing structures in 2 dimension can be generated by stacking rows of 1-dimensionally close packed spheres one above the other. This can be done in 2 ways: square close packing and hexagonal close packing. അപ്പോൾ 1-dimensionally packed റോസ് വെച്ചിട്ടാണ് നമ്മൾ 2-dimensional ക്ലോസ് പാക്കിംഗ് ചെയ്യുക. അത് 2 രൂപത്തിലാണ്: സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും. ആദ്യത്തേത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് റോ ഉണ്ടല്ലോ, 1-dimensional പാക്കിംഗ് നടത്തിയപ്പോൾ കിട്ടിയ ആദ്യ റോ, അതിനു നേരെ താഴെയോ മുകളിലോ ആയിട്ടാണ് സെക്കൻഡ് റോ വെക്കുക. സോ സെക്കൻഡ് റോ ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് എബോ ഓർ ബിലോ ദി ഫസ്റ്റ് റോ. അങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു റോയ്ക്ക് മുകളിലായി അടുത്ത റോ, അതിന് നേരെ മുകളിലായി അടുത്ത റോ, അങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലെയറിൽ ഒരു പാർട്ടിക്കിൾ സെലക്ട് ചെയ്താൽ അത് 4 നൈബറിംഗ് സ്ഫിയേഴ്സുമായി കോണ്ടാക്റ്റിലാണ്. സോ ദി കോർഡിനേഷൻ നമ്പർ ഈസ് 4. ഇനി ഈ നൈബറിംഗ് സ്ഫിയേഴ്സിന്റെ സെന്ററിനെ നിങ്ങൾ ജോയിൻ ചെയ്താൽ അത് നിങ്ങൾക്ക് ലഭിക്കുക ഒരു സ്ക്വയർ ഷേപ്പാണ്. അതുകൊണ്ടാണ് ഈ 2-dimensional ക്ലോസ് പാക്കിങ്ങിനെ നിങ്ങൾ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുക. ഇനി ഇവിടെ നിങ്ങൾ ഓരോ റോയും നോക്കിയാൽ ഒരു റോയുടെ അതേ റെപ്പറ്റീഷൻ ആണ് അടുത്ത റോ. അതുകൊണ്ട് ഈ അറേഞ്ച്മെന്റിനെ നമ്മൾ എ ടൈപ്പ് അറേഞ്ച്മെന്റ് ഓഫ് അല്ലെങ്കിൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നു. ദെൻ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇതിനായി ഫസ്റ്റ് റോയുടെ ഡിപ്രഷൻസിലായിരിക്കും സെക്കൻഡ് റോ പ്ലേസ് ചെയ്യുക. അടുത്ത സെക്കൻഡ് റോയുടെ ഡിപ്രഷൻസിലായിരിക്കും തേർഡ് റോ. അപ്പോൾ നിങ്ങൾ 1-dimensional പാക്കിംഗ് നടത്തിയപ്പോൾ ലഭിച്ച ഒരു റോ, ആ റോയുടെ ഡിപ്രഷൻസിലാണ് അടുത്ത റോ, അതിന്റെ ഡിപ്രഷൻസിലാണ് അടുത്ത റോ. ഇങ്ങനെയാണ് നിങ്ങൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2-dimensional ചെയ്യുക. അപ്പോൾ 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് ലേയേഴ്സ് കിട്ടാൻ വേണ്ടി 1-dimensional പാക്കിംഗ് നടത്തിയപ്പോൾ കിട്ടിയ റോസ്, അതിന്റെ ഡിപ്രഷൻസിൽ അടുത്ത റോസ്, അങ്ങനെ അറേഞ്ച് ചെയ്ത് പോവുകയാണ്. അങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുമ്പോൾ ഹിയർ ഓൺ സ്ഫിയർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 6 നൈബറിംഗ് സ്ഫിയേഴ്സ്. ഒരു സ്ഫിയർ ചുറ്റുമുള്ള 6 സ്ഫിയേഴ്സുമായി കോണ്ടാക്റ്റിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കോർഡിനേഷൻ നമ്പർ 6 ആണ് എന്ന് പറയാം. ഇനി നിങ്ങൾ ഇവിടുത്തെ റോസ് നോക്കിയാൽ ഫസ്റ്റ് റോയിൽ നിന്ന് വ്യത്യസ്തമാണ് സെക്കൻഡ് റോ എങ്കിലും തേർഡ് റോ ഫസ്റ്റ് റോയുടെ റെപ്പറ്റീഷൻ ആണ്. അഗെയിൻ ഫോർത്ത് റോ സെക്കൻഡ് റോയുടെ റെപ്പറ്റീഷൻ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് റോ എ ആണെങ്കിൽ സെക്കൻഡ് റോ ബി, തേർഡ് റോ എ, അഗെയിൻ ഫോർത്ത് റോ ബി. സോ എ ബി ടൈപ്പ് ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ് ഇതിനെ പറയുക. ഇനി 3-dimensional ക്ലോസ് പാക്കിംഗ്. സോ 3-dimensional ക്ലോസ് പാക്കിംഗ് നടത്താൻ വേണ്ടി നിങ്ങൾക്ക് 2-dimensional സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സോ അല്ലെങ്കിൽ 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സ് ഉപയോഗിക്കാം. ആദ്യം നമ്മൾ 2-dimensional സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സ് ആണ് എടുക്കുക. നോക്കൂ, അവിടെ ഒരു 2-dimensional സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയറിന് മുകളിലായി നേരെ മുകളിലായി അതുപോലെ അടുത്ത ഒരു 2-dimensional സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയർ വെച്ചു. അങ്ങനെ നിങ്ങൾ ഒന്നിന് മുകളിൽ മറ്റൊന്നായി അറേഞ്ച് ചെയ്തു പോകുന്നു. നോക്കൂ, ഫസ്റ്റ് ലെയർ, അതിനു നേരെ മുകളിലായി സെക്കൻഡ് ലെയർ, അതിനു നേരെ മുകളിലായി തേർഡ് ലെയർ ആൻഡ് ദി ഫോർത്ത് ലെയർ. അങ്ങനെ പോവുകയാണ്. ഫസ്റ്റ് ലെയറിന്റെ എക്സാക്ട് റെപ്പറ്റീഷൻ ആണ് സെക്കൻഡ് ലെയർ. ഇങ്ങനെ പോകുന്നു. ഇവിടെ നിങ്ങളുടെ ഒരു പാർട്ടിക്കിൾ 6 സ്ഫിയേഴ്സുമായി കോണ്ടാക്റ്റിലാണ്. അതുകൊണ്ട് 2-dimensional സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സ് വെച്ച് ചെയ്ത 3-dimensional ക്ലോസ് പാക്കിങ്ങിൽ നിങ്ങളുടെ ഒരു സ്ഫിയർ 6 പേരുമായി കോണ്ടാക്റ്റിലായതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ നമുക്ക് 6 ആണ് എന്ന് പറയാം. ഇനി നിങ്ങൾ ലെയേഴ്സ് നോക്കിയാൽ ഫസ്റ്റ് ലെയറിന്റെ നേരെ റെപ്പിറ്റേഷൻ ആണ് സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ. അപ്പോൾ അതുകൊണ്ട് ഈ 3-dimensional ക്ലോസ് പാക്കിംഗ് നിങ്ങൾക്ക് എ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണെന്ന് പറയാം. ദെൻ അവിടുത്തെ ഒരു യൂണിറ്റ് സെൽ നിങ്ങൾ പരിശോധിച്ചാൽ അത് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ്.
The arrangement has generated a simple cubic lattice and its unit cell is primitive cubic unit cell. Then in hexagonal close packed layers ഉപയോഗിച്ചുകൊണ്ടുള്ള 3-dimensional close packing ആണ്. നോക്കൂ, ആദ്യ ലെയർ, ആ ലെയറിന്റെ ഡിപ്രഷൻസിൽ സെക്കൻഡ് ലെയർ, അതിന്റെ ഡിപ്രഷൻസിൽ തേർഡ് ലെയർ, അങ്ങനെ ആണ് നിങ്ങൾ അറേഞ്ച് ചെയ്യുക. സോ അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന് മുൻപായി നിങ്ങൾ ആദ്യം ഫസ്റ്റ് ലെയർ പരിഗണിക്കുക. നോക്കൂ, ആദ്യ ലെയർ, അവിടെ ഡിപ്രഷൻസ് ഉണ്ട്. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ നിന്നുള്ള 3-dimensional ക്ലോസ് പാക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ രൂപപ്പെട്ട ഡിപ്രഷൻസിലാണ് നിങ്ങളുടെ അടുത്ത ലെയർ വെക്കേണ്ടത്. സോ ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷൻസിൽ നമ്മൾ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് ഫസ്റ്റ് ലെയറിന്റെ റെപ്പറ്റീഷൻ അല്ല ഈ വരുന്ന സെക്കൻഡ് ലെയർ, അതൊരു മറ്റൊരു തരം അറേഞ്ച്മെന്റ് ആണ്. സോ അതുകൊണ്ട് ഫസ്റ്റ് ലെയർ എ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ലെയറിനെ ബി എന്ന് വിളിക്കേണ്ടി വരും. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ കുറെ പ്രത്യേക തരം വോയിഡ്സ് അല്ലെങ്കിൽ ഗ്യാപ്സ് അല്ലെങ്കിൽ വേക്കന്റ് സ്പേസസ് രൂപപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ലെയറിന് മുകളിലായി സെക്കൻഡ് ലെയർ, ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷൻസിൽ സെക്കൻഡ് ലെയർ വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ചില പ്രത്യേക തരം വോയിഡ്സ് രൂപപ്പെട്ടു. അത് 2 തരം വോയിഡ്സ് ആണ് രൂപപ്പെടുക. ആ 2 തരം വോയിഡ്സ്, ഫസ്റ്റ് വൺ ടെട്രാഹീഡ്രൽ വോയിഡ്സ് ആൻഡ് സെക്കൻഡ് വൺ ഒക്ടാഹീഡ്രൽ വോയിഡ്സ്. ദെൻ നമുക്ക് ഈ വോയിഡ്സിനെ പറ്റി നോക്കാം. നോക്കൂ, ടെട്രാഹീഡ്രൽ വോയിഡ്സ് എന്ന് പറയുക 4 സ്ഫിയേഴ്സിനിടയിൽ രൂപപ്പെടുന്ന വോയിഡ്സ് ആണ് ടെട്രാഹീഡ്രൽ വോയിഡ്സ്. 4 സ്ഫിയേഴ്സിനിടയിൽ രൂപപ്പെടുന്ന വോയിഡ്സിന് ഒരു ടെട്രാഹീഡ്രന്റെ ഷേപ്പ് ആയിരിക്കും ഉള്ളത്. നോക്കൂ, ഇപ്പോൾ നിങ്ങൾക്ക് ആ വോയിഡിന്റെ ഷേപ്പ് കാണാം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് വിളിക്കുക. സോ ടെട്രാഹീഡ്രൽ വോയിഡ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകും. ഇനി നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് വോയിഡിലേക്ക് പോവുകയാണ്. നോക്കൂ, 6 പാർട്ടിക്കിൾസിനിടയിലും ചില വോയിഡ്സ് രൂപപ്പെടാറുണ്ട്. ഈ 6 പാർട്ടിക്കിൾസിനിടയിൽ രൂപപ്പെട്ട വോയിഡ്സിന് ഒക്ടാഹീഡ്രന്റെ ഷേപ്പാണ്. അതുകൊണ്ടാണ് ആ വോയിഡിനെ നമ്മൾ ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് വിളിക്കുക. സോ അപ്പോൾ 2 തരം വോയിഡ്സ്, 4 പാർട്ടിക്കിൾസിനിടയിൽ രൂപപ്പെട്ട ടെട്രാഹീഡ്രൽ വോയിഡ്സും 6 പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ 6 സ്ഫിയേഴ്സിനിടയിൽ രൂപപ്പെട്ട ഒക്ടാഹീഡ്രൽ വോയിഡ്സ്. കൂട്ടുകാരെ, ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ലെയേഴ്സ് ഉപയോഗിച്ച് 3-dimensional ക്ലോസ് പാക്കിംഗ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷൻസിൽ സെക്കൻഡ് ലെയർ വെച്ചപ്പോൾ കിട്ടിയ 2 തരം വോയിഡ്സ് ആണ് ടെട്രാഹീഡ്രൽ വോയിഡ്സും ഒക്ടാഹീഡ്രൽ വോയിഡ്സും. In case we need to calculate the number of tetrahedral and octahedral voids in a crystal structure, then just knowing the number of spheres will serve the purpose. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയ ടെട്രാഹീഡ്രൽ വോയിഡ്സിന്റെയും ഒക്ടാഹീഡ്രൽ വോയിഡ്സിന്റെയും എണ്ണം കണ്ടെത്താനുള്ള മാർഗം, suppose there are n spheres in the crystal structure, then the number of octahedral voids generated is equal to n and the number of tetrahedral voids generated is equal to 2n. അതായത് നമ്പർ ഓഫ് സ്ഫിയേഴ്സ് n ആണെങ്കിൽ ഒക്ടാഹീഡ്രൽ വോയിഡ്സിന്റെ എണ്ണം n ഉം ടെട്രാഹീഡ്രൽ വോയിഡ്സിന്റെ എണ്ണം 2n ആയിരിക്കും. ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ലെയറിന് മുകളിൽ സെക്കൻഡ് ലെയർ വെച്ചപ്പോൾ 2 തരം വോയിഡ്സ് ജനറേറ്റ് ചെയ്തു, ആ ടെട്രാഹീഡ്രൽ വോയിഡ്സും ഒക്ടാഹീഡ്രൽ വോയിഡ്സും. ഇനി നമ്മൾ തേർഡ് ലെയർ വെക്കാൻ പോകുമ്പോൾ നമുക്ക് 2 തരം വോയിഡ്സ് ഉണ്ടല്ലോ, ടെട്രാഹീഡ്രൽ വോയിഡ്സും ഉണ്ട്, ഒക്ടാഹീഡ്രൽ വോയിഡ്സും ഉണ്ട്. ഇതിൽ ഏത് വോയിഡിനെ കവർ ചെയ്തിട്ടാണ് തേർഡ് ലെയർ വെക്കുക എന്ന് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ടെട്രാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്തും തേർഡ് ലെയർ വെക്കാം, ഓർ തേർഡ് ലെയർ ക്യാൻ ബി പ്ലേസ്ഡ് ബൈ കവറിംഗ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ്. ഞാൻ ആദ്യം നമ്മൾ ടെട്രാഹീഡ്രൽ വോയിഡ്സിനെ കവർ ചെയ്ത് വെക്കുകയാണ്. നോക്കൂ, സെക്കൻഡ് ലെയർ വെച്ച് കഴിഞ്ഞപ്പോൾ രൂപപ്പെട്ട ടെട്രാഹീഡ്രൽ വോയിഡ്സിന് മുകളിലായി തേർഡ് ലെയർ വെച്ചു. സോ ടെട്രാഹീഡ്രൽ വോയിഡ്സിന് മുകളിലായി നമ്മൾ തേർഡ് ലെയർ അറേഞ്ച് ചെയ്യുകയാണ്. ഈ അറേഞ്ച്മെന്റ് കാണുമ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാകും, തേർഡ് ലെയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയറിന്റെ എക്സാക്ട് റെപ്പിറ്റേഷൻ ആണ്. സോ ഫസ്റ്റ് ലെയർ എ, സെക്കൻഡ് ലെയർ ബി ആൻഡ് തേർഡ് ലെയർ എഗെയിൻ ഫസ്റ്റ് ലെയറിന്റെ റെപ്പിറ്റേഷൻ ആയതുകൊണ്ട് എ എന്ന് നമ്മൾ വിളിക്കുന്നു. സോ ഇതുപോലെയുള്ള 3-dimensional പാക്കിങ്ങിനെ നമ്മൾ എ ബി പാറ്റേൺ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 3 dimension എന്നാണ് നമ്മൾ വിളിക്കുക.
സോ ഇനി നമുക്ക് ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ നോക്കാം. ഹിയർ ഓൺ സ്ഫിയർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 12 അതർ സ്ഫിയേഴ്സ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സ്ഫിയർ 12 നൈബറിംഗ് സ്ഫിയേഴ്സുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റിലായതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ 12 ആണ് എന്ന് പറയാം. സോ ദി കോർഡിനേഷൻ നമ്പർ ഈസ് 12. നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ലെയർ വെക്കാൻ മറ്റൊരു മാർഗം ബൈ കവറിങ് ഒക്ടാഹീഡ്രലോയിഡ്സ് അല്ലേ. നോക്കൂ, സെക്കൻഡ് ലെയർ വെച്ച് കഴിഞ്ഞപ്പോൾ രൂപപ്പെട്ട ഒക്ടാഹീഡ്രലോയിഡ്സിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ ലെയർ വെക്കുകയാണ്. അങ്ങനെ നമ്മൾ കവർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയറിന്റെ എക്സാക്ട് റെപ്പറ്റീഷൻ അല്ല തേർഡ് ലെയർ. അപ്പോൾ ഫസ്റ്റ് ലെയർ എ ആണെങ്കിൽ സെക്കൻഡ് ലെയറിനെ നിങ്ങൾക്ക് മറ്റൊരു പേരിട്ട് വിളിക്കണം ബി. തേർഡ് ലെയറും അതിന്റെ റെപ്പറ്റീഷൻ അല്ല, അപ്പോൾ അത് സി എന്നാണ് നിങ്ങൾ വിളിക്കുക. ഇനി നാലാമതൊരു ലെയർ വെച്ചാൽ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അതായത് മൂന്നാമത്തെ ലെയറിന്റെ ഡിപ്രഷൻസിൽ നാലാമതൊരു ലെയർ പ്ലേസ് ചെയ്യുമ്പോൾ കാണാം ആ ലെയർ ഫസ്റ്റ് ലെയറിന്റെ എക്സാക്ട് റെപ്പറ്റീഷൻ ആണ്. സോ എഗെയിൻ എ. ഇനി ഒരു ലെയർ വെച്ചാൽ അത് ബി ആയിരിക്കും, പിന്നീട് ഒരു ലെയർ വെച്ചാൽ അത് സി ആയിരിക്കും. സോ ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഈസ് കോൾഡ് എ ബി സി പാറ്റേൺ ഓർ cubical close packing structure in 3 dimension, CCP or face centered cubic structure എന്നായിരിക്കും നമ്മൾ ഈ അറേഞ്ച്മെന്റിനെ വിളിക്കുക. ഇവിടെയും നിങ്ങളുടെ ഒരു സ്ഫിയർ 12 മറ്റ് സ്ഫിയേഴ്സുമായി കോണ്ടാക്റ്റിലാണ്. സോ വൺ സ്ഫിയർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 12 നൈബറിംഗ് സ്ഫിയേഴ്സ്. therefore കോർഡിനേഷൻ നമ്പർ ആൾസോ 12. ഇവിടെയും നിങ്ങൾക്ക് കോർഡിനേഷൻ നമ്പർ 12 എന്നാണ് കിട്ടുക.